41 ദിവസത്തെ മണ്ഡലകാലം ഇവിടെ വിപുലമായ ഉത്സവമായി ആഘോഷിച്ചു വരുന്നു. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഭജനാ സമിതിയുടെ ഭജന നടന്നു വരുന്നു. ഇത്ര സമർപ്പണത്തോടെ വ്രതശുദ്ധിയോടെ ഭഗവത് കീർത്തനങ്ങൾ പാടി ഭക്തി നിർവൃതിയിൽ ലയിച്ചിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ കാണുന്നത് തന്നെ ഒരു പുണ്യമാകുന്നു. പ്രവാസി മലയാളികളുടെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടാനാകാത്ത സാന്നിധ്യമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ജനിച്ച ദേശം വിട്ട് പ്രവാസികളായി ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വെറും ആത്മീയ സ്വാതന്ത്ര്യം തേടി മാത്രമല്ല, മറിച്ച് തൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തിരിച്ചറിയുന്നതിന് കൂടിയാണ്. കൂടാതെ പുതുതലമുറക്ക് ഇക്കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കൊടുക്കാനും മറുനാട്ടിലെ കേരളീയ ക്ഷേത്രങ്ങൾ സഹായിക്കുന്നു. വാഴപ്പിണ്ടികളിൽ തീർത്ത ശില്പചാരുതകൾ, ദീപപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന ഇവയുടെ സൗന്ദര്യം സാത്വികമായ ഏതോ മഹാചൈതന്യത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു. കഴിഞ്ഞ 17-18 വർഷങ്ങളായി വിമാനപുരം ക്ഷേത്രത്തിൽ സ്ഥിരമായി ഉത്സവത്തിന് അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു വരുന്നു. ബാംഗ്ലൂരിൽ ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെ സ്ഥിരമായി അയ്യപ്പൻ വിളക്ക് ആഘോഷം നടക്കുന്നുള്ളൂ. വാളും ചിലമ്പും അരമണിയും. വെളിച്ചപ്പാടുറയുമ്പോൾ ഈശ്വര സ്വരൂപം വെളിച്ചപ്പാടിൽ വന്ന് നിറയുന്നു എന്ന് വിശ്വാസം. വെളിച്ചപ്പാടിൻ്റെ വാക്കുകൾ ഭക്തർക്ക് ഈശ്വര വചനങ്ങൾ തന്നെ. ഈശ്വരസ്വരൂപിയായ വെളിച്ചപ്പാട് ഭക്തരെ അനുഗ്രഹിച്ച് അരിയും പൂവും പ്രസാദമായി നൽകുമ്പോൾ അത് സ്വീകരിക്കുന്ന ഭക്തർ ജന്മസാഫല്യത്തിൻ്റെ നിറവിലാണ്. തിടമ്പേറ്റിയ ഗജവീരനും താലപ്പൊലിയേന്തിയ ബാലികമാരും വാദ്യമേളങ്ങളും ഭക്തജനാവലിയും ഇവിടെ ഉത്സവം ഭക്തിസാന്ദ്രമായ ഒരു അനുഭൂതിയാക്കി മാറ്റുന്നു. ഈ വാദ്യകലാകാരന്മാരെയും എഴുന്നള്ളിപ്പിനുള്ള ആനയെയുമെല്ലാം കേരളത്തിൽ നിന്നും ഇവിടെ എത്തിച്ച് തനി കേരളീയമായ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ബാംഗ്ലൂർ നഗരത്തെ ഉണർത്തുന്ന ഈ പ്രവാസി മലയാളികൾ തങ്ങളുടെ വേരുകളെക്കുറിച്ച് എത്രമാത്രം ബോധവാന്മാരാണെന്നറിയുമ്പോൾ മലയാളികളായ നാമെല്ലാം സ്നേഹപൂർവം ഇവരെ മനസ്സുകൊണ്ട് ആദരിച്ചു പോകും.
ഉഷസ്സിൻ്റെ സഹസ്രപത്മദളങ്ങൾ വിടർത്തുന്ന ഉദയകിരണങ്ങളെപ്പോലെ നമ്മുടെ ഹൃദയദളപുടം വിടർത്തുന്ന ദിവ്യാനുഗ്രഹമായി വിമാനപുരം ശ്രീ അയ്യപ്പസ്വാമി ഇന്നത്തെ പ്രഭാതത്തിൽ സർവചരാചരങ്ങളിലും വന്ന് നിറയുമാറാകട്ടെ.